വർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. വർക്ക് മാഷാ അല്ലാഹ് അടിപൊളിയായി. ഒറ്റ ദിവസം കൊണ്ട് ഒക്കെ സൂപ്പറാക്കി. അടുക്കള ഗ്രില്ല് മൊത്തം വെച്ചിക്ക് അരിച്ചോട്ടോ, അരിച്ചു വെത്തിട്ടാണ്. അതേപോലെ അംസാമിന്നുവിൻ്റെ വീട്ടിൽ ഇതാ ഫുള്ള് ഗ്രില്ല് പഴയത് കുറേ കിട്ടി, നമുക്ക് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് ഗ്രില്ല് തെയ്യാത്തതുകൊണ്ട് അവിടെ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ മൊത്തം ഇതൊക്കെ ഡോറൊക്കെ പീസാക്കി നല്ല ഐഡിയപരമായിട്ട് അടിച്ച് സെറ്റപ്പാക്കി കുറ്റിയൊക്കെ ഉണ്ടായി. നമ്മളെ കയ്യിൽ നിന്ന് സഹായങ്ങളൊക്കെ ചെയ്യണമല്ലോ, ടൈമൊന്നും നോക്കാതെ. അപ്പം അന്ന് നെറ്റ് ഷീറ്റൊക്കെ ഫ്രണ്ടിൽ ഇട്ടിട്ടൊരു 2-3 മാസമായിരുന്നു. നോമ്പിലിട്ടാ. പിന്നെ ഈ ഭാഗം ഷീറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായി. ബാക്കിയൊക്കെ പണി കഴിഞ്ഞപ്പോൾ ടൈലൊക്കെ ഇട്ടിൻ്റെ ശേഷം ഇപ്പോൾ വന്നാണ്. ഓക്കെ, മിന്നു വരുമ്പോൾ കൈ തട്ടോ. ഇങ്ങനെ പിടിച്ചല്ലേ വരും. അപ്പോൾ ഇത് കൈ തട്ടോ, കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കേട്ടോ കേട്ടോ. അപ്പോൾ അംസക്കൻ്റെ അവിടെ ഏകദേശം ഒരു 3-ാമത്തെ ദിവസമായിട്ട് നമ്മൾ വർക്ക് ചെയ്യണേ. ഇനി ഒരൊറ്റ ദിവസം വർക്കും കൂടി എടുത്താൽ എല്ലാം ഫിനിഷിംഗ് ആയി. അപ്പോൾ നമ്മൾ പരമാവധി അടുത്ത് തന്നെ വന്നിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. വർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. വർക്ക് മാഷാ അല്ലാഹ് അടിപൊളിയായി. ഒറ്റ ദിവസം കൊണ്ട് ഒക്കെ സൂപ്പറാക്കി. അടുക്കള ഗ്രില്ല് മൊത്തം വെച്ചിക്ക്. നമ്മള് സെക്കൻഡ് ഹാൻഡ് ഗ്രില്ല് കിട്ടിയിട്ടില്ലേ? അത് ഇപ്പൊ അൺസൈസ് ആണല്ലോ എല്ലാം അല്ലേ? എല്ലാം മുറിച്ച് സെറ്റ് ആക്കി. അങ്ങനെ വരും. സൈഡില് ബട്ടൺ ഉണ്ടാവില്ല. ആ സൈഡിലൊന്നും ഇതുണ്ടാവില്ല. നല്ല സ്ട്രോങ് കമ്പി ആയതുകൊണ്ടേ നമുക്ക് പച്ച നെറ്റ് ഇങ്ങനെ വെച്ച് അടിച്ചാൽ മതി. ഇവിടെയും കൂടി മറ്റേ ഗ്രില്ല് കിട്ടിയതിന്റെ രസം ഉണ്ടായിരുന്നു. പക്ഷെ അതില്ലാത്തോണ്ട് നമ്മള് 1.5 വരും. അത് ഷീറ്റ് മെഷാണ്. 3 അടിക്ക് 12 അടിന്റെ ഷീറ്റ്. അതുകൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞു. ഒരു 6-6:30 മണിയായി. നമ്മൾ രാവിലെ 10 മണിക്ക് തുടങ്ങി 6:30 ആയപ്പോത്തിന് കറണ്ട് കുറച്ച് 10 മിനിറ്റ് പോയെങ്കിലും സംഭവം ഉഷാറാക്കി. പണി എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ വയനാട്ടിൽ നിന്ന് വന്ന് ഇതെല്ലാം കിട്ടുന്ന പോലെ ചെയ്ത് ഇനി അവര് പോവുകയാണ്. തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് വരാം. തീർച്ചയായും കുറച്ചും കൂടെ പണിയുണ്ട്. അപ്പൊ തിങ്കളാഴ്ച അല്ലറ ചില്ലറ ജേഷന്റെ വീട്ടിൽ കൂടുതലാണ്. ഞായറാഴ്ച ഇങ്ങാപ്പുഴ. അപ്പൊ അവിടെ നിന്നിട്ട് രാവിലെ സുബഹി നിസ്കരിച്ച് ഇൻഷാ അല്ലാഹ് രാവിലെ വരാം. ആയിക്കോട്ടെ. ഓക്കെ, ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിക്കേ. അപ്പൊ ഒരുപാട് വർക്കെല്ലാം കിട്ടട്ടെ നാട്ടില്. നാട്ടില് വർക്ക് എല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ? വീണ്ടും കാണാം.